നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിലെ ഇടക്കാല ബജറ്റിൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ 2024 വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും BJP അധികാരത്തിലെത്തുമെന്ന് ധനമന്ത്രി പറഞ്ഞു. പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങളെ ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നിർമ്മല സീതാരാമൻ ഊന്നി പറഞ്ഞു. യുവത്വമുള്ള നമ്മുടെ രാജ്യത്തിന് ഉയർന്ന അഭിലാഷങ്ങളും വർത്തമാനകാലത്തെ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവുമുണ്ട്. സർക്കാർ നടത്തിയ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി വീണ്ടും ജനങ്ങളാൽ ശക്തമായ ഒരു ജനവിധിയോടെ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. 2014 ഞങ്ങൾ അധികാരമേറ്റെടുക്കുമ്പോൾ രാജ്യം വലിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയായിരുന്നു. സബാക സത്ത് സബാക വികാസ് എന്ന മന്ത്രമേറ്റെടുത്ത് സർക്കാർ ആ വെല്ലുവിളികളെ അതിജീവിച്ചു. 2047 വികസിത ഭാരതം ലക്ഷ്യമെന്ന് ധനമന്ത്രി കൂട്ടിച്ചേർത്തു. സമ്പത്ത് രംഗത്തെ 10 വർഷത്തിനിടെ ഗുണകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. വെല്ലുവിളികളെ അതിജീവിച്ചു. 80 കോടി ജനങ്ങൾ സൗജന്യ റേഷൻ ലഭിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവും കുറഞ്ഞു. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനമുണ്ടായതായും ധനമന്ത്രി വ്യക്തമാക്കി. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം സർക്കാരിന്റെ വിജയതന്ത്രമെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു.